വെൽക്കം ബാക്ക്. അപ്പൊ ഇന്ന് മിസ് വന്നിരിക്കുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുമായിട്ടാണ്. അതായത് നിങ്ങൾക്ക് എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാവുന്ന ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ആണ് പ്ലാന്റ് ഹോർമോൺസും അവരുടെ ഫംഗ്ഷനും. ഏതെങ്കിലും പ്ലാന്റ് ഹോർമോൺസ് തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഫംഗ്ഷൻ തന്നിട്ടുണ്ടാവും, എന്നിട്ട് ഏതാണ് പ്ലാന്റ് ഹോർമോൺ ചോദിച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ഇതെല്ലാം എല്ലാ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിന് മുന്നേ ആണെങ്കിലും നമുക്കിത് കാണാവുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ മിസ് ഇന്ന് പെട്ടെന്ന് നമ്മുടെ പ്ലാന്റ് ഹോർമോൺസും അവരുടെ ഫംഗ്ഷൻസും ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഹിയർ വി ഗോ. അപ്പൊ നമുക്ക് പ്രധാനമായിട്ടും എത്രയാണ് 5 പ്ലാന്റ് ഹോർമോൺസ് ആണുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഓക്സിൻസ് ആണ്. അപ്പോൾ ഓക്സിന്റെ ഫംഗ്ഷൻ എന്തൊക്കെയാണ്? സോ ഇൻക്രീസ് ദ ലെങ്ത് ഓഫ് ദ സ്റ്റെം, കോസ് ബെൻഡിങ് ഓഫ് ദ സ്റ്റെം, ഇൻഹിബിറ്റ് ലാറ്ററൽ ബഡ് ഗ്രോത്ത്, regulate tropic movement, stimulate the formation of fruits and flowers. Okay, and next one is cytokinins. So this stimulates the cell division and cell differentiation. Then also it stimulates the growth of lateral buds. Then it's delay senescence and retains the green color of leaves. Okay, അപ്പോൾ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൈറ്റോകൈനിന്റെ ആ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത ആരാണ്? നമ്മുടെ ജിബർലിൻസ് ആണ്. ജിബർലിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ ജസ്റ്റ് ടു ബ്രേക്ക് ദ സീഡ് ഡോർമൻസി. ഓക്കെ, അത് കൂടാണ്ട് സെൽ ഡിവിഷൻ സ്റ്റിമുലേറ്റ് ചെയ്യാന്നുള്ളതുമാണ്. ഓക്കെ, ഇനി അടുത്ത എന്താണ്? നമ്മുടെ എത്തിലിൻ ആണ്. എത്തിലിൻ ആണ് നമ്മുടെ ലീവ്സിന്റെ അതുപോലെ ഫ്രൂട്ട്സിന്റെ ഫ്ലവേഴ്സിന്റെ ഒക്കെ റൈപ്പനിങ്ങിനും മെച്ചുറേഷനും വേണ്ടി സഹായിക്കുന്നത്. ആൻഡ് ഫൈനലി വി ഹാവ് ആബ്സിസിക് ആസിഡ് ഓർ ABA. എന്തിനു വേണ്ടിയിട്ടാണ്? ദിസ് ഹെൽപ്സ് ഇൻ ഇൻഹിബിറ്റിംഗ് ദ ഗ്രോത്ത് ഓഫ് പ്ലാന്റ് പാർട്സ്. ഓക്കെ, അതുകൂടാണ്ട് എന്തെങ്കിലും സ്ട്രെസ് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അതിനെ ഓവർകം ചെയ്യാൻ സഹായിക്കുന്നതും ഈ പറഞ്ഞ ABA ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ സ്ട്രെസ് ഹോർമോൺ എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പം കൃത്യമായിട്ട് പഠിച്ചു പോവാ കേട്ടോ. ഓക്കെ, താങ്ക് യു, ബൈ ബൈ, വിൽ മീറ്റ് അഗെയിൻ.